പൊന്നമ്പലമേട്ടിലെ പൊന്നടിച്ചു മാറ്റുവാൻ ഒറ്റമുള്ളൊരു പോറ്റിയെ പോറ്റാനൊരു കൂടു കൊണ്ടുവരും. കപ്പലിന് ഒരു കപ്പിത്താനുണ്ട്. ഞാനാണ് കപ്പിത്താൻ. ലോകമെന്നും നാറ്റിച്ചീടും കാരണഭൂതൻ മറുതായി ഭരതനെന്ന് സഖാവിൽ തന്നെ അമ്പലം പൊന്നടിച്ചു മാറ്റി ചെമ്മടിച്ച കാരണഭൂതൻ എഴുന്നള്ളും നീതു വഴിയ അഭിവാദ്യങ്ങൾ. അതെന്തോന്നു അമ്മാതിരിക്കാമെന്നൊന്നും വേണ്ട കേട്ടാ. അതിരിക്കട്ടെ, നാളെ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട കാര്യം ഞാൻ എഴുതി തന്നത് വായിച്ചു പഠിച്ചോ? അല്ലെങ്കിൽ തന്നെ കൂട്ടത്തിൽ ഇപ്പോ പറയിക്കാനായിട്ട് 2-3 ഇംഗ്ലീഷുകാരുണ്ട്. പണ്ട് ഏതാണ്ട് ഒരു സിനിമയിൽ ജഗതി പറഞ്ഞതുപോലെ ഇംഗ്ലീഷ്. புரிஞ்சுதா? தடவு புள்ளிகளுக்கு எல்லாமே பெரிய சம்பளம். എന്ത് തടവ് പുള്ളികൾക്ക് ശമ്പളമോ? കൊലപാതകങ്ങൾക്ക് ശമ്പളമോ? நிஜம்தாப்பா. டெய்லி 620 ரூபாய் சம்பளம். ഡെയിലി 620 രൂപ ശമ്പളമോ? ഇവിടെ ആശാവർക്കർമാർക്ക് വെറും 280 ദിവസക്കൂലി, തൊഴിലുറപ്പുകാർക്ക് 346, ജയിൽ പുള്ളികൾക്ക് 620 രൂപ ശമ്പളമോ? ഓ, എന്റെ കൂർമ്മക്കാവില് ഭഗവതി, എന്നെ ഒന്ന് ജയിലിൽ എത്തിച്ചു തന്നാൽ 10,001 രൂപ ഞാൻ നിന്റെ ഭണ്ണാരത്തിലിടാം. എടാ അരവിന്ദസ്വാമി, ഇത് ദാണ്ട കേരളം. ഇതൊക്കെയാണ് നമ്മൾ സഹിക്കേണ്ടത്. വികസനം എന്ന വായാടിത്തത്തിന് മറവിൽ നിന്ന് PMCയിൽ ഒപ്പിട്ടതോ തൊഴിലാളി വിരുദ്ധ തൊഴിൽ കോഡിൽ ഒപ്പിട്ടതോ നമ്മളൊന്നും മറന്നു പോകരുത്. സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചതും ശബരിമലയിലെ സ്വർണം മുഴുവൻ ഊറ്റിയെടുത്ത് അരിച്ചു കൊണ്ടുപോയതും പകരം ചെമ്പടിച്ചതും നമ്മൾ മറന്നു പോകരുത്. പെൻഷൻ വാക്സിൻ കൊടുത്തിട്ട് പോലും രക്ഷ കിട്ടാതെ സർക്കാർ ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയ കുഞ്ഞിനെ നമുക്ക് മറക്കാനാവുമോ? ഈ നെറികെട്ട ഭരണകൂടം അതിന്റെ ഏറ്റവും വൃത്തികെട്ട പരിണാമ ദിശയിലാണുള്ളത്. നിലനിൽപ്പിന് വേണ്ടി അത് സ്വന്തം ശരീരത്തിലെ മതേതര മാംസം തന്നെ വിറ്റു തുടങ്ങുന്നത് നമ്മൾ ഇനിയും കണ്ടു നിൽക്കണോ? ഡൽഹിയിലെത്തിയാൽ പണിപ്പെട്ട് തുന്നിക്കൂട്ടിയ ഫാസിസ്റ്റ് മേൽക്കുപ്പായം ഇവർ ഉരിഞ്ഞെറിയും. ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷവും അതിനുള്ള പടപ്പുറപ്പാടിലായിരിക്കണം നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഇറക്കി വിടേണ്ടവരെ ഇറക്കി വിടുക തന്നെ ചെയ്യണം. അതിനായിരിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും ചൂണ്ടുവിരൽ. മാനവമോചന സ്വപ്നശതങ്ങളിൽ സൂര്യ വെളിച്ചമുണർത്തിയ മുന്നണി പുതിയുക യാത്രയിൽ അണിചേരുകയാണൊരു ചേതനയുടെ